ടെറസ് ഏരിയ നമുക്ക് റെന്റ് ഔട്ട് ചെയ്താൽ പോലും ഏകദേശം 50,000 1 ലക്ഷം റെന്റ് കിട്ടും. നിങ്ങൾ ചോദിക്കും എന്താണ് ടെറസ് ഏരിയക്ക് ഇത്രയും പ്രത്യേകം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഒന്നാം തരം ഒരു ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്. നമ്മുടെ കണ്ടില്ല ഈ കാണുന്ന 4 ഫ്ലോർ, അതായത് 3+1 നമുക്ക് കാർ പാർക്കിംഗിലേക്കുള്ള എൻട്രൻസ് എന്നുള്ള ഇതാണ്. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷൻ സമീപമാണ്. മ്യൂസിയം ജംഗ്ഷൻ എന്ന് അറിയാം, തിരുവനന്തപുരം ഹൃദയഭാഗത്തിന്റെ കനകക്കുന്ന് മ്യൂസിയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹൃദയഭാഗം എന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, തിരുവനന്തപുരത്ത് ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 5.5 സെന്റിലായിട്ട് 5100 സ്ക്വയർ ഫീറ്റിൽ 7 വർഷത്തിന് താഴെ പഴക്കമുള്ള ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ള. ഇതേ എന്റെ ഈ പിന്നിൽ കാണുന്ന 4 ഫ്ലോറിലായിട്ട് കിടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോപ്പർട്ടി. നമുക്ക് അതിന് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഒന്നാം തരം ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ്. നമ്മുടെ കണ്ടില്ല ഈ കാണുന്ന 4 ഫ്ലോർ, അതായത് 3+1 നമുക്ക് കാർ പാർക്കിംഗിലേക്കുള്ള എൻട്രൻസ് എന്നുള്ള ഇതാണ്. നമുക്ക് അകത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ഇതാണ്. നമുക്ക് താഴേക്ക് 2, 3, 4 കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഒരു ഗോഡൌൺ പോലെ 2 സൈഡും, അപ്പുറത്തെ സൈഡിലെ റോഡ് ടച്ച് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെയും 2, 3 കാർ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ 4, 5 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാ കണ്ടില്ലേ, നമുക്കിവിടെ അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തേക്കണം. എന്നാലും കാർ പാർക്കിംഗിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സെറ്റ് ബാക്കുകളും വിട്ടിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലായിട്ട് ധാരാളം പാർക്കിംഗ് സ്പേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഓരോ ഓഫീസ് റൂമാണ്. നമുക്ക് അകത്തേക്ക് വീഡിയോ എടുക്കാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. കാണാതെ ഓൾറെഡി റെന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഒരു ബ്യൂട്ടി പാർലറിന് കൊടുത്തേക്കാണ്. അവർ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ റെന്റ് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ടിയാണ് അത് എടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നല്ല രീതിയിലേക്കുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഞാൻ പറഞ്ഞു താഴത്തെ 2 ഫ്ലോർ ഓൾറെഡി റെന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്നാലും നമ്മൾ അതിന്റെ വിഷ്വൽസ് അകത്ത് കാണിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് 3ാമത്തെ ഫ്ലോറാണ്. 3ാമത്തെ ഫ്ലോറിൽ അപ്പാർട്ട്മെന്റ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. 3 BHK അപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ പ്രോപ്പർട്ടി മേടിക്കുന്നവർക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ളവർക്ക് മുകളിൽ നിലയിൽ താമസിക്കുകയും ചെയ്യാം. താഴത്തെ ദേശം ലക്ഷങ്ങൾ വരുമാനം നമുക്ക് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ടായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോപ്പർട്ടി. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ 3ാമത്തെ നിലയിലെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ലിവിംഗ് സ്പേസ് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 ബെഡ്റൂമോട് കൂടിയാണ്. നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലിവിംഗ് സ്പേസ് ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നപ്പം ഒരു ഡൈനിങ് ഏരിയ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. ഇവിടെയാണ് ലിഫ്റ്റിന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 റോഡും ആക്സസ് ആയതുകൊണ്ട് നമുക്ക് 2 സൈഡിൽ നിന്നും ഇതിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മൾ 4, 5 കാർ പാർക്കിംഗിന്റെ ഫെസിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നമുക്ക് 3, 4 കാർ പാർക്കിംഗ് ബാക്ക് സൈഡിലെ റോഡിലേക്ക് നമുക്ക് പാർക്ക് ചെയ്യാം. 2 റോഡും സെറ്റ് ബാക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് ഗവൺമെന്റ് നോംസ് പ്രകാരം ഈ ഏകദേശം 6 വർഷത്തിൽ താഴെയാണ് ഇതിന് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 6 7 വർഷമാണ് ഇതിനകത്ത് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നോംസ് അനുസരിച്ച്, ഇന്നത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസോ കാര്യങ്ങളോ ഡോക്യുമെന്റ്സോ ഇല്ലെന്നും യാതൊരു പ്രോബ്ലംസും ഇല്ല. നമുക്ക് 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് പറഞ്ഞു. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിൽ കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ബെഡ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതുപോലെ അത് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കോമൺ ബാത്റൂം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ആ സൈഡിലേക്ക് നമുക്ക് കോമൺ ആയിട്ടുള്ള ബാത്റൂമും ഉണ്ട്. 3ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്ലോട്ട് ആയതുകൊണ്ടാണ്, അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകളിൽ കൊടുക്കാത്തത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. മുകളിലത്തെ അപ്പാർട്ട്മെന്റ് വന്നിട്ട് 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ഡൈനിങ് ഏരിയ പോയിട്ട് നമുക്ക് 2 സിറ്റൗട്ടുകൾ പോയിട്ട് നമുക്കൊരു പൂജാ റൂമും കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്ക് മുകളിൽ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ, 2 സൈഡിലേക്ക് നമുക്ക് വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ള രീതിയിലേക്ക് സ്ലാബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം നല്ല മനോഹരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ തന്നെ അപ്പാർട്ട്മെന്റിൽ സാധാരണ കാണുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് വളരെ നല്ല നീറ്റ് ആയിട്ട് ഉള്ള സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു രീതിയിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് തോന്നി. വളരെയേറെ നമുക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ 2 റോഡ് ആക്സസ് ആണ്, അല്ലെങ്കിൽ മ്യൂസിയം ജംഗ്ഷൻ അടുത്താണെന്ന് പറഞ്ഞത്. മ്യൂസിയം ജംഗ്ഷൻ ബാക്കപ്പ് എടുത്ത് ആ കാണുന്ന സിഗ്നലിൽ നിന്നും നമുക്ക് സ്ട്രൈറ്റ് നന്ദാവനത്തേക്ക് വരുന്ന വഴിക്ക് ആ കാണുന്ന മിൽമ ബൂത്തിന് അതിലെയും അല്ലെങ്കിൽ മെയിൻ റോഡ് 2 സൈഡിലേക്ക് റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഫ്രണ്ടിലേക്കും ഏകദേശം കാർ പാർക്കിംഗ് ഉണ്ട്, ബാക്കിലേക്കും പാർക്ക് ഉണ്ട്. ഫ്രണ്ടിലേക്ക് വന്ന സ്റ്റെപ്പ് വഴി കയറാം, ബാക്കിലേക്ക് വന്ന ലിഫ്റ്റിലേക്ക് വരാം. അത്തരത്തിലുള്ള നമ്മൾ അധികം പഴക്കമില്ലാത്ത കെട്ടിടമായതുകൊണ്ട് തന്നെ എല്ലാ നോംസുകളും ഇന്നത്തെ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളരെ വർഷങ്ങൾ പഴക്കമില്ലാതെ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ നിൽക്കുന്നത് ഏകദേശം 4ാമത്തെ നിലയിലാണ്, അതായത് ടെറസ് ഏരിയയിലാണ്. ഈ ടെറസ് ഏരിയ നമുക്ക് റെന്റ് ഔട്ട് ചെയ്താൽ പോലും ഏകദേശം 50,000 1 ലക്ഷം റെന്റ് കിട്ടും. നിങ്ങൾ ചോദിക്കും എന്താണ് ടെറസ് ഏരിയക്ക് ഇത്രയും പ്രത്യേകം എന്നുള്ളത്. ഈ പ്രൈം ആയിട്ടുള്ള ഒരു
ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ജിംനേഷ്യനോ അല്ലെങ്കിൽ ഒരു ആയുർവേദത്തിനോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ പോർഷൻ ഏകദേശം ടെറസ് ഏരിയ വരെ നമുക്ക് ഏകദേശം ജിം ലിഫ്റ്റിന്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതും ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ കണ്ടേ കാണുന്നില്ല, ഈ രീതിയിലേക്ക് ഫ്രണ്ടിലേക്ക് വന്നാലും ബാക്കിലേക്ക് വന്നാലും നമുക്ക് ഇതിനകത്ത് വരാൻ പറ്റുന്ന ഒരു ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ആംഗിളിലേക്ക് ബോർഡ് വെക്കാനായാലോ വലിയ വലിയ ബിൽഡേഴ്സിനായാലോ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള ഓഫീസ് പർപ്പസിനും ഏത് രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി കൂടിയാണ്. 2 റോഡ് ആക്സസ് എന്ന് പറഞ്ഞത് കണ്ടില്ലേ, നമുക്ക് ആ മെയിൻ റോഡ് നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോവാം, ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് നമുക്ക് ആക്സസ് ഉള്ളതാണ്. കണ്ടില്ലേ, താഴേക്ക് നല്ല ഒരുപാട് കൊമേഴ്ഷ്യൽ ഏരിയ ആണ് കേട്ടോ. ബാക്കും ഫ്രണ്ടും 2 റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടില്ല ഈ സൈഡും ഒക്കെ നന്നായിട്ടുള്ള കംപ്ലീറ്റും കൊമേഴ്ഷ്യൽ ബോട്ടുകളുടെ ഒരു ഏരിയ ആണ് കംപ്ലീറ്റ്. കണ്ടില്ല, ഈ സൈഡിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാർ പാർക്ക് 2 കാറുകൾ നമുക്ക് ഇവിടെ ബാക്കിൽ പാർക്ക് ചെയ്യാം. നമുക്ക് ഇതുവഴി വേണമെങ്കിൽ താഴേക്ക് എൻട്രൻസിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു റാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് റെഡ്യൂസ് ചെയ്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ട്രിവാൻഡ്രം സിറ്റിയുടെ വളരെ ഹൃദയമായ മ്യൂസിയം കനകക്കുന്നിലേക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയ്ക്കും വളരെ അടുത്തായിട്ട് പ്രോപ്പർട്ടിയാണ്. 2 റോഡ് ആക്സസ് ആണ്, 5.5 സെന്റ് ആണ്, 5100 സ്ക്വയർ ഫീറ്റ് ആണ്, 4 ഫ്ലോർ ആണ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 5 കോടി രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴേക്ക് നമ്മൾ വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചിൻ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.